ത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെയുള്ള ദൈവമക്കളോട് ചേർന്ന് ഒരു പ്രാവശ്യം കൂടെ ഈ ആത്മീയ കൂട്ടായ്മയിൽ സംബന്ധിപ്പാൻ ദൈവം ഒരുക്കി തന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനും എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ നാളുകളൊക്കെ ഈ ദേശത്ത് കർത്താവിൻ്റെ കരുതൽ അനുഭവിപ്പാൻ, ദൈവത്തിൻ്റെ നടത്തിപ്പ് അനുഭവിപ്പാനൊക്കെ ദൈവം തന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായി സ്തോത്രം. റിജോയ്സിലുള്ള എല്ലാ കുടുംബങ്ങളെയും കർത്താവ് സൂക്ഷിച്ചല്ലോ. ഹല്ലേലൂയ. അനർത്ഥം വ്യസന കാരണമായി തീരാതെ നമ്മയെല്ലാം ഈ ദേശത്ത് പ്രതികൂലങ്ങളുടെ മുൻപിലൊക്കെ ദൈവം നിലനിർത്തിയതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇങ്ങനെ ഇന്ന് രാത്രി ഒരു പ്രാവശ്യം കൂടെ ഒരു അവസരം ലഭിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷങ്ങൾ അത് പറഞ്ഞപ്പോൾ ഞാൻ മറന്നുപോയി എന്തോ പ്രസംഗിച്ചതെന്ന്. പക്ഷേ ദൈവത്തിന് സ്തോത്രം. എനിക്കൊന്ന് കുറച്ച് നാളായെന്ന് തോന്നിയ ദൈവത്തിന് സ്തോത്രം. എങ്കിലും ഇന്ന് രാത്രി കർത്താവിൻ്റെ വചനം നമ്മോട് ഹൃദ്യമായി പരിശുദ്ധാത്മാവ് ഇടപെടേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രി നിങ്ങളുമായി കർത്താവ് പങ്കുവെക്കുവാൻ നൽകിയിരിക്കുന്ന ഒരു വചനം ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായത്തിൽ നിന്നൊരു വേദഭാഗമാണ്. ദ ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 4, 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ആരെങ്കിലും ഒരാളൊന്ന് വായിച്ച് സഹായിക്കുമല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. വളരെ അർത്ഥവത്തായ ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രി ധ്യാനത്തിനായി നമ്മൾ വായിച്ചത്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക്, എൻ്റെ കൂടെ ഒന്ന് വായിക്കാമോ? ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി, പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. അതിൽ ഒരു പദം പരിശുദ്ധാത്മ നിറവെന്നൊരു പദമാണ് ഇന്ന് രാത്രി പ്രധാനമായി നിങ്ങളുമായി സംസാരിപ്പാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നത്. അങ്ങനെയല്ലേ അധ്യായം ആരംഭിക്കുന്നത്? യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എന്നൊരു പദം അതിനകത്ത് നടത്തിയെടുത്ത് കർത്താവ് നൽകിയ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. കർത്താവിൽ വ്യാപരിച്ച അതേ ശക്തിയാണ് നമ്മിലും വ്യാപരിക്കുന്നത്. കർത്താവിൽ വ്യാപരിച്ച പുനരുദ്ധാനത്തിൻ്റെ ശക്തിയാണ് നമ്മിലും വ്യാപരിക്കുന്നത്. കർത്താവിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ് നമ്മിലും വ്യാപരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവിൽ എന്തൊക്കെ വ്യാപരിച്ചോ അതൊക്കെ നമ്മിലും വ്യാപരിക്കും, ഇല്ലേ? അതിൽ സംശയമില്ല, തർക്കമില്ല. കർത്താവിൽ എന്തൊക്കെ സ്വർഗം ചെയ്തെടുത്തോ അതിലെല്ലാം നമ്മളിലും ദൈവം വെളിപ്പെടുത്താൻ വിശ്വസ്തനായ ദൈവമാണ്. നമ്മുടെ മാതൃകാ പുരുഷൻ കർത്താവ് മാത്രമാണ്, അല്ലേ? ജീവിതത്തിൽ എല്ലാ മേഖലയിൽ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന പൗലോസ് പറയുന്ന ഒരു വാക്ക് എത്ര ശ്രദ്ധേയമാ. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്നെ എന്ത് ചെയ്യണം? അനുകരിക്കണം. ഫോളോ മീ. എങ്ങനെ എന്നെ ഫോളോ ചെയ്യേണ്ടത്? ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ, ആസ് ഐ ഫോളോ ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ കർത്താവിൻ്റെ ഒരു ഡിറ്റോ കോപ്പിയായി നമ്മൾ തീരണമെന്നാണ് സ്വർഗം നമ്മളെക്കുറിച്ച് എന്ത് ചെയ്യുന്നത്. നമ്മുടെ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, കാർബൺ പേപ്പർ വരയ്ക്കുന്ന ഒരു പരിപാടി പണ്ടുണ്ടായിരുന്നില്ലേ? ഇന്നത്തെ കുഞ്ഞുങ്ങൾ അധികം ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് എന്ത് രസമായിരുന്നില്ലേ? കാർബൺ പേപ്പറിൽ ഇങ്ങനെ വരച്ച് അതിൻ്റെ അടിയിലുള്ള ഷേപ്പ് നമുക്കറിയില്ല. പക്ഷേ ഈ കാർബൺ പേപ്പർ അങ്ങോട്ട് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം, ഇല്ലേ? കൊച്ചു പ്രായത്തിൽ അതൊരു വലിയ ആവേശമായിരുന്നു. ഈ ആശയമാണ് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത്. കർത്താവിനെ പോലെയാകുക. ആ കർത്താവിൻ്റെ കോപ്പിയായി, ഒരു കാർബൺ കോപ്പിയായി മാറുന്ന ഒരു അനുഭവം. അതാ ക്രിസ്തുവിനെ അനുകരിക്കുക. ഫോളോ ക്രൈസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അപ്പൊ കർത്താവിൽ എന്തൊക്കെ വ്യാപരിച്ചോ അതെല്ലാം നമ്മളിൽ വ്യാപരിക്കും. അതിലെ ഒരു പദമാണ് ഇന്ന് രാത്രി നമ്മൾ അല്പനിമിഷം ചിന്തിക്കാൻ പോകുന്നത്. ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നമ്മൾ പോകില്ല, പക്ഷേ ലൂക്കോസിൽ നിന്ന് കൊണ്ട് തന്നെയാണ് ആ വാക്കിൽ നിന്ന് സംസാരിപ്പാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ പരിശുദ്ധാത്മ നിറവ് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു നിറവാണെന്ന ഒരു ഫീലിംഗ് നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് എന്താണ്? ഒരു ഫീലിംഗ് ആണ്, ഒരു നിറവാണ്. അപ്പം നിറയ്ക്കുക എന്ന് പറയണമെങ്കിൽ ഒന്നെങ്കിൽ ഒരു വസ്തുവിനെ കൊണ്ട് അല്ലെങ്കിൽ ഒരു ലിക്വിഡിനെ കൊണ്ടാണ് ഒരു വസ്തുവിനെ എന്ത് ചെയ്യുന്നത്? നിറയ്ക്കുന്നത്. നമ്മൾ ഫില്ല് ചെയ്യുന്നത് എങ്ങനെ? അതിനൊരു സബ്സ്റ്റൻസ് വേണം, അതിനൊരു പദാർത്ഥം വേണം. അപ്പൊ ഇവിടെ ലൂക്കോസ് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ആ പരിശുദ്ധാത്മ നിറവ് യേശുവിൽ വ്യാപരിച്ചു. ആ പരിശുദ്ധാത്മ നിറവ് നമ്മിലും വ്യാപരിക്കും. പരിശുദ്ധാത്മ നിറവ് നമ്മിലും
വ്യാപരിക്കും. നമ്മുടെ അകത്ത് എന്താണെന്നുള്ളത് ഈസി ആയിട്ട് വെളിപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് എന്ത്? നമ്മുടെ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മുടെ അകത്ത്, എന്നാലും ചിലരെ പിടികിട്ടത്തില്ല, ഞാനതിൽ എക്സെപ്ഷൻസ് അംഗീകരിക്കുന്നു. പക്ഷെ എങ്കിലും ഭൂരിപക്ഷം പേരിലും മുഖത്ത് നിന്ന് നമുക്ക് ഒരുവിധം റീഡ് ചെയ്യാം ആൾ ഓക്കെ ആണോ എന്ന്, അല്ലേ? എന്നാലും പിടിതരാത്ത ചില ദൈവമക്കളുണ്ട്. അവർ ഭയങ്കര ഒരു ആത്മനിറവുള്ളവരാണ്. അവർ ഏത് സാഹചര്യങ്ങളും സന്തോഷിക്കും. അവരെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. എത്ര വേദനയുടെ മുമ്പിൽ അവർ ചിരിക്കും. അവരെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. എന്നാൽ ഭൂരിപക്ഷം പേരും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വരണം. സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ എൻ്റെ കൂടെ വരണം. അപ്പം അകത്ത് ഒരു പ്രയാസമുണ്ടെങ്കിൽ ഈസി ആയിട്ട് അത് മുഖത്ത് എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. ക്ഷീണമുണ്ടെങ്കിൽ അത് മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യും. അകത്ത് ആത്മനിറവ് ഉണ്ടെങ്കിലും അതെന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യണം. പരിശുദ്ധാത്മ നിറവും അതൊരു റിഫ്ലക്ഷനാണ്. അത് നമ്മുടെ മുഖത്ത് എന്ത് ചെയ്യും? ഒരു തേജസ്സായി വെളിപ്പെട്ട് വരുവാനിടയായി തീരണം. എന്താണ് പരിശുദ്ധാത്മാവെന്ന് ചോദിച്ചാൽ വലിയൊരു വിഷയമാണ്. ഞാനതിലേക്ക് പോകുന്നില്ല. എങ്കിലും അതിൻ്റെ ചില പ്രധാന ഭാഗങ്ങൾ നമ്മുടെ മെസ്സേജുമായി ബന്ധപ്പെട്ടൊന്ന് ചിന്തിക്കാം. എന്താണ് പരിശുദ്ധാത്മാവെന്ന് ചോദിച്ചാൽ, അന്ത്യം വരെ നമ്മെ നടത്താൻ ദൈവം നൽകിയിരിക്കുന്ന ഒരു കാര്യസ്ഥനാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു കംഫർട്ടറായി, ഒരു ഗൈഡായി, ഒരു ആലോചനക്കാരനായി, ഒരു കൗൺസിലറായി, ഒരു വഴികാട്ടിയായി, ഒരു മാർഗദർശിയായി, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ ബോധ്യം വരുത്തുന്ന ഒരാത്മാവ്, നമ്മുടെ കൂടെ നടക്കുന്ന ഒരാത്മാവ്. അതാണ് എന്ത്? ദൈവത്തിന് സ്തോത്രം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ആ വാക്ക് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. പുതിയ നിയമ ദൈവ പൈതലിന് നടക്കാൻ കൂടെ ഒരാൾ. ആരാ അത്? സ്തോത്ര. പഴയ നിയമത്തിൽ ദൈവമായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിനകത്ത് തന്ന് നമ്മുടെ കൂടെ നമ്മൾ എവിടെല്ലാം പോകുന്നോ അവിടെ എല്ലാം ആര് വരും? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമ്മൾ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? സ്തോത്രം. പിള്ളേരടുത്ത് വന്നാൽ പറയും മാറിപ്പോവാൻ പറയും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സ്തോത്രം. ഒറ്റയ്ക്ക് നമ്മൾ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും, അല്ലേ? അങ്ങനെ ആണെന്നാണോ അല്ലെന്നാണോ? എപ്പോഴും അല്ല. ചില സമയങ്ങളിലെങ്കിലും ഒന്ന് ഒറ്റയ്ക്കിരുന്നിരുന്നെങ്കിൽ, ലീവ് മീ അലോൺ എന്നൊരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ എന്ത് ചെയ്യും? പക്ഷെ ഈ ആറ്റിറ്റ്യൂഡിലും വിട്ടുപോകാത്ത ഒരാള് അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. 100% ഏത് സമയത്തും നമ്മൾ പിരിയാതെ ഒരിക്കലും ആത്മാവ് നമ്മളെ പിരിയത്തില്ല. അതാണ് ആത്മാവിന്റെ പ്രത്യേകത. ആത്മാവ് സെപ്പറേറ്റ് ചെയ്യത്തില്ല. നമുക്ക് എന്ത്? സ്തോത്രം. പക്ഷെ ആത്മാവ് ഒരിക്കലും വില്ലിംഗ്ലി സെപ്പറേറ്റ് ചെയ്യത്തില്ല. ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും നമ്മുടെ കൂടെ നടക്കുന്ന, നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കുന്ന, നമുക്ക് ആശ്വാസം നൽകുന്ന, നമുക്ക് ധൈര്യം നൽകുന്ന, നമുക്ക് ബുദ്ധി ഉപദേശിച്ച് നൽകുന്ന, വഴികാട്ടിയായി നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. അവൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കയില്ല. ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും എന്ന് അരുളി ചെയ്ത ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ അനുഭവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമ്മൾ കൂട്ടിന് കൊണ്ടുപോയാൽ ഈ ആത്മാവ് എവിടെയും കൂട്ടിന് എന്ത് ചെയ്യും? നമ്മൾ ആ ബന്ധം വേർപിരിയുന്നത് വരെ, നമ്മൾ വേണ്ടെന്ന് പറയുന്നത് വരെ ഈ ആത്മാവിൻ്റെ സാന്നിധ്യം എന്ത് ചെയ്യും? നമ്മോട് കൂടെ വരുവാനിടയായി തീരും. അപ്പോൾ ചേർന്ന് നടക്കണം. പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ അതൊരു കാര്യസ്ഥനാണ്, ഒരു ആലോചനക്കാരനാണ്, നമ്മോട് കൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം പരിശുദ്ധാത്മാവ് ഒരു നിറവാണ്. അതൊരു വ്യക്തിയെ എന്ത് ചെയ്യും? നിറയ്ക്കും. ഒരു വ്യക്തി നിറയപ്പെട്ടാൽ, ഫുള്ളായാൽ എന്ത് പറ്റും? ഇപ്പൊ ഫുഡ് നിറച്ച് കഴിച്ചെന്ന് വെച്ചോ, നമുക്ക് എന്ത് പറ്റും? ഛർദിക്കാൻ വരും. ഓക്കെ, ഉണ്ട്, സത്യമാണ്. മറ്റെന്തെങ്കിലും ഹെവി ആയാൽ, നിറഞ്ഞ എന്ത് പറ്റും? ഡിസ്കംഫർട്ട് ഉണ്ടാകും. ഹലോ. പിന്നെ അന്ന് രാത്രി ചിലപ്പോൾ ഒന്നും കഴിക്കത്തില്ല, ഉറക്കം വരും. ഇതാണ് ലോകപരമായുള്ള ഫീലിംഗ്. പക്ഷെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടാൽ ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. ഡ്രൗസിനെസ് മാറും, ക്ഷീണം മാറും, ഉറക്കം മാറും. എല്ലാവരും ഇവിടെ ഉണ്ടോ? ഉറക്കം മാറും. ഇതിൻ്റെ കൗണ്ടറായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നേ? നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ?
ഒരു ഫുഡ് ഫില്ല് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് അല്ല ആത്മനിറവിനകത്ത് ഉണ്ടാകുന്നത്. ഇത് നമ്മളെ ചലിപ്പിക്കും, ഇത് നമുക്ക് ജീവൻ തരും, ഇത് നമ്മളെ കുതിച്ചെഴുന്നേൽപ്പിക്കും, നമ്മുടെ മനസ്സിന് ധൈര്യം നൽകും. ഇന്ന് രാത്രി എത്ര പേർക്ക് അത് ആഗ്രഹമുണ്ട്? കർത്താവേ, അങ്ങനെ ഒരു നിറവ് എൻ്റെ മേൽ ഈ ദിവസങ്ങളിൽ എൻ്റെ ഭവനത്തിനകത്ത് പകരണമേ. എന്നെ ജീവിപ്പിക്കുന്ന, എനിക്ക് ചലനം നൽകുന്ന, എന്നെ ഉത്തേജിപ്പിക്കുന്ന, എൻ്റെ മനസ്സുകളെ ധൈര്യപ്പെടുത്തുന്ന, എൻ്റെ കരങ്ങളെ ചലിപ്പിക്കുന്ന, എൻ്റെ ബുദ്ധിമണ്ഡലങ്ങളെ ചലിപ്പിക്കുന്ന ഒരു ദൈവാത്മാവിന്റെ ആഴമായ സാന്നിധ്യം ഈ ദിവസങ്ങൾ എൻ്റെ ശരീരത്തിൽ, എൻ്റെ മർത്യ ശരീരത്തിൽ അങ്ങ് പകരണമെന്ന് ഈ മെസ്സേജിന്റെ തുടക്കത്തിൽ എത്ര പേർക്ക് ദൈവത്തോട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ കഴിയും? ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് പരിശുദ്ധാത്മ നിറവ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. രക്തത്താൽ ഈ പരിശുദ്ധാത്മ നിറവ് വന്നപ്പോൾ ഉണ്ടായ ഒരു മാറ്റം അതിന്റെ 14-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് വായിക്കണേ, 14-ാം വാക്യം. ഈ പരിശുദ്ധാത്മ നിറവ് വന്നാൽ എന്ത് സംഭവിക്കും? യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്ന്. കണ്ടോ, ലോകപരമായ ഫീലിംഗ് നമ്മളെ ക്ഷീണിപ്പിക്കും. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് എന്ത് തരും? ശക്തി തരും. ഇറ്റ് ഗീവ്സ് us strength. നമ്മുടെ വിഷയം അതല്ല എങ്കിലും ഞാൻ ആ വാക്ക് നിങ്ങളെ ഒന്ന് ഓർപ്പിച്ചതേ ഉള്ളൂ. പരിശുദ്ധാത്മ നിറവ് നമ്മളെ എന്ത് ചെയ്യും? അത് പുറമെ കാണണം, നമ്മുടെ മുഖത്ത് അത് അറിയണം, നമ്മുടെ ശരീരത്തിൽ നമ്മളത് തിരിച്ചറിയണം. അപ്പോൾ ഈ പരിശുദ്ധാത്മ നിറവ് എന്തിനാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കാൻ പോകുക. ഓക്കെ, പരിശുദ്ധാത്മ നിറവ് നമുക്ക് ആവശ്യമാണ്. ഇത് ഉയരത്തിലെ ദാനമാണ്, ഇത് ദൈവം നമുക്ക് നൽകുന്നതാണ്. പൗലോസ് പറഞ്ഞൊരു വാക്ക് കൊരിന്ത്യ ലേഖനത്തിലുണ്ട്, ഈ ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, അത് ദൈവത്തിൻ്റെ, അതൊരു ഗിഫ്റ്റാ, ഇല്ലേ? സ്തോത്രം. ആ വാക്കൊന്ന് ശ്രദ്ധിച്ച്. ഈ ശക്തി കണ്ടോ, ഈ ശക്തി, പരിശുദ്ധാത്മ ശക്തിയെ കുറിച്ച് ഏറ്റവും നല്ല ഡെഫിനിഷൻ പൗലോസ് പറയുക, ദിസ് സ്ട്രെങ്ത് ഈസ് നോട്ട് അവർ ഓൺ ബട്ട് ഇറ്റ് ഈസ് ഫ്രം എബവ്. അത് ഉയരത്തിൽ നിന്നുള്ള ശക്തിയാണ്. അത് മൺപാത്രങ്ങൾ ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? അത് സ്വന്തമല്ല, അത് ദൈവത്തിൻ്റെ. ദൈവത്തിൻ്റെ. ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് ഈ പരിശുദ്ധാത്മ ശക്തി എന്താണ്? ദൈവത്തിൻ്റെ ദാനമാണ്. എന്താ ദാനം എന്ന് പറയുന്നത്? എന്താ ദാനം എന്ന് പറയുന്നത്? സ്തോത്രം. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വന്നേ, പറഞ്ഞു എന്താ ദാനം എന്ന് പറയുന്നത്? ഫ്രീ ആയിട്ട് തരുന്നത്, മറ്റെന്തെങ്കിലും? വെരി ഗുഡ്, ഗിഫ്റ്റ് ആണ്, ഫേവർ ആണ്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഈ ദാനത്തിന്റെ ഒരു പ്രത്യേകത, യോഗ്യതയുള്ളവർക്ക് ഇത് നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? സ്തോത്രം. എല്ലാവരും ഇവിടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. അർഹരായവർക്കേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? നമുക്കൊരാളെ കണ്ടൊരു പ്രയാസം തോന്നി, ജെനുവിനാന്ന് തോന്നി, നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും എന്ത് ചെയ്യും? അതൊരു ഫേവറാ, അതൊരു ദാനമാ. യോഗ്യത ഇല്ലാത്തവർക്ക് നമ്മൾ എന്ത് ചെയ്യത്തില്ല? കൊടുക്കത്തില്ല. അപ്പൊ ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവിനെ ചുമ്മാ തരത്തില്ല, യോഗ്യരായവർക്കേ അത്. കാരണം ഇതൊരു ദാനമാ, മനസ്സോടെ കൊടുക്കുന്നതാ. ഹലോ, ചോദിച്ച് മേടിക്കുന്നതും മനസ്സോട് കൊടുക്കുന്നതും രണ്ടും രണ്ടാ. സത്യമല്ലേ? നമുക്ക് തോന്നിയിട്ടുണ്ടോ? ചോദിച്ചാൽ നമുക്ക് പ്രയാസം വരും, പക്ഷെ മനസ്സോടെ കൊടുക്കുന്ന ഡിഫറൻറ്റാ. സ്തോത്രം. ഈ വാക്ക ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ മനസ്സോടെ കൊടുക്കണം. അവിടെ ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. നമ്മൾ അതിന് യോഗ്യരായി തീരണം. അതുകൊണ്ടാണ് ഈ ശക്തി പ്രാപിക്കണമെങ്കിൽ ഒത്തിരി വില കൊടുക്കണമെന്ന് പറയുന്നത്. കരയണം, പ്രാർത്ഥിക്കണം, ദൈവത്തോട് ആവശ്യപ്പെടും, കർത്താവേ ഈ ശക്തി ഞങ്ങളുടെ മേൽ പകരണം. അപ്പൊ അതൊരു ചെറിയ ശക്തിയല്ല. ഈ ശക്തിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഇതിന് അളവില്ല കേട്ടോ, ഇതിന് ലിമിറ്റ് ഇല്ല. നമ്മൾ എത്ര പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നോ അത്രത്തോളം പകരാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നമുക്കെല്ലാം കപ്പാസിറ്റി ലെവൽ വ്യത്യാസമുണ്ട്, ഇല്ലേ? നമ്മുടെ കപ്പാസിറ്റിക്കെല്ലാം ആ ലെവലുകൾക്ക് എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ കപ്പാസിറ്റി ഒരുപോലല്ല. വിശ്വാസികളെല്ലാവരും ഒരുപോലെ ആണെന്ന് പാസ്റ്റർമാർ പറയുമെങ്കിലും സത്യത്തിൽ അങ്ങനെ അല്ല. ആണോ? ഞങ്ങളിങ്ങനെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയും, സ്തോത്രം. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ചില നാളുകൾക്ക് മുമ്പ് ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന സഭയിലെ ഒരു മോന്, ഒരു നല്ല ആത്മീയനായ മോനെ, അപ്പം പക്ഷേ ഇടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ ഒന്ന് വഴക്ക് പറയും, അതിന് ചില, പക്ഷെ തികഞ്ഞ ഒരു ആത്മീയനാണ്. അപ്പോൾ ഒരു ദിവസം സങ്കടം തോന്നി എൻ്റെ അടുത്ത് വന്ന് പാസ്റ്ററങ്ങളെ എന്ന് വിളിക്കുന്നു. എന്നോട് ചോദിച്ചു, എന്നെ എന്തിനാ എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയുന്നതെന്ന് ചോദിച്ചു. സ്തോത്രം. നിഷ്കളങ്കമായിട്ട് ചോദിച്ചു, എന്നെ എന്തിനാ എപ്പോഴും ഇങ്ങനെ. അപ്പം എന്നിട്ട് പറഞ്ഞു, അവനെ വഴക്ക് പറയുന്നില്ലല്ലോ, ഈ സഹോദരിയെ വഴക്ക് പറയുന്നില്ലല്ലോ, കാരണം പുള്ളി ചെയ്യുന്ന അതേ തെറ്റ് ഇവരും ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അപ്പം എന്നെ പറയുന്ന പോലെ അവരെ എന്ത് ചെയ്യുന്നില്ല. സ്തോത്രം. അപ്പം ആ കുറച്ചു നേരം ഞാനൊന്ന്
ഇങ്ങനെ നിന്നു, എന്തോ മറുപടി പറയേണ്ടത്. അപ്പം കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു, മോനെ ഞാൻ ആ സഹോദരനെ നിന്നെ വഴക്ക് പറയുന്ന പോലെ എന്ത് ചെയ്യത്തില്ല, വഴക്ക് പറയത്തില്ല. അതിൻ്റെ കാരണം അങ്ങനെ പറഞ്ഞാൽ അടുത്ത ആഴ്ച അടുത്ത ചർച്ചിൽ പോകും. എല്ലാവരും ഇവിടെ ഉണ്ടോ? അടുത്ത ആഴ്ച മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അടുത്ത ചർച്ചിൽ അവർ നോക്കിയിരിക്കുക, വേണേ പിടിച്ച് സെക്രട്ടറി ആക്കും. സ്വോത്രം. ഹലോ, അത്രയും കപ്പാസിറ്റിയെ. അപ്പൊ എന്താ ആ സഹോദരിയെ പറയാത്ത? ആ സഹോദരി വേറെ ചർച്ചിൽ പോകത്തില്ല, പക്ഷെ 2 ആഴ്ച യോഗം മുടക്കും. വേറെ ചർച്ചിലൊന്നും പോകത്തില്ല, ഇവിടെ തന്നെ വരത്തുള്ളൂ. പക്ഷെ അതിന്റെ പേര് 2 ഫ്രൈഡേ. പിന്നെന്താ എന്നെ പറയുന്നത്? നിന്നെ പറഞ്ഞാലും ഒരു കുഴപ്പമില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഹലോ, അതിന്റെ പേരിൽ ഒരു ഞായറാഴ്ച യോഗം എന്ത് ചെയ്യത്തില്ല. കാരണം നിനക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. ചിലര് ഹാൻഡിൽ വിത്ത് കെയർ. വളരെ സൂക്ഷിച്ച്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ 3 കാറ്റഗറിയിൽ ഏതില്ല നമ്മളെന്നൊന്ന് രാത്രി കൈ പൊക്കണ്ട, പറയണ്ട, പക്ഷെ ഒന്ന് വിവേചിച്ചേ. യോഗം കഴിയുമ്പോൾ എന്നോട് പറയണം, ഏതില്ല? ഹാൻഡിൽ വിത്ത് കെയർ ആണോ, അതോ നടുക്കാണോ, അതോ നല്ല സ്ട്രോങ് ആണോ? ചിന്തിച്ചോ? യോഗം കഴിഞ്ഞ് പറയണേ, അല്ലെ നാളെ എല്ലാവരുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. പറയണം നമ്മൾ ഏത് കാറ്റഗറിയില്ല. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മ നിറവ് നമ്മെ സ്ട്രോങ് ആക്കും. ഒരു നിസ്സാര കാര്യത്തിന് മുമ്പിലൊന്നും പിന്നെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. ഇത് ആത്മനിറവ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ പറയാം, ഹാൻഡിൽ വിത്ത് കെയർ സിറ്റുവേഷനെ സ്ട്രോങ് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഓ സ്തോത്രം, 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 സ്തോത്രം. ഓ രക്തത്താൽ ജയം. അങ്ങനെ ഒരു അഭിഷേകമാണ് ഇവിടെ വ്യാപരിക്കേണ്ടത്. അങ്ങനെ ഒരു ദൈവകൃപയാണ് ഇവിടെ വ്യാപരിക്കേണ്ടത്. ഈ പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്ന വലിയൊരു ആശയമാണ്. നമ്മെ നിറയ്ക്കുന്ന, നമ്മെ ഫില്ല് ചെയ്യുന്ന, നമ്മെ ആൾമാറിയവരാക്കുന്ന. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് എന്തുവാ? സ്തോത്രം. ഒരു ഫുഡ് നിറഞ്ഞു കിടക്കുന്നത് പോലെ ആത്മാവ് നിറഞ്ഞു കിടക്കുക. ശരീരത്തിനകത്ത് എന്ത് ചെയ്യുക? നിറഞ്ഞു കിടക്കുക. ഇത് കൈക്കകത്ത് വ്യാപരിക്കും, ഇത് കാലിനകത്ത് വ്യാപരിക്കും, ഇത് ബുദ്ധിക്കകത്ത് വ്യാപരിക്കും, ഇത് ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലേക്കും വ്യാപരിക്കും. ഈ ഫില്ലിങ്ങിനെ നമുക്ക് തടുക്കാൻ പറ്റില്ല. ഇത് ജോലി സ്ഥലത്ത് വ്യാപരിക്കും, ഇത് കുടുംബത്തിനകത്ത് വ്യാപരിക്കും, ശരീരത്തിൽ നമ്മുടെ രോഗത്തിന്മേൽ അത് വ്യാപരിക്കും, ആത്മതലത്തിൽ അത് വ്യാപരിക്കും, ഏത് മേഖലയിലും ദൈവാത്മാവിന്റെ നിറവ് വ്യാപരിക്കും. സ്തോത്രം, സ്തോത്രം. ഈ പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അപ്പം എന്തിനാണ് ആത്മനിറവെന്ന 3 കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ വാക്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഒന്ന് പറഞ്ഞ് ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് 3 ആശയങ്ങളൊന്ന് ഇടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് പരിശുദ്ധാത്മ നിറവ്, ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് മേക്സ് അസ് സ്പിരിച്വൽ. ശ്രദ്ധിക്കണം, നമ്മെ ആത്മീകനാക്കുന്ന ഒരു പ്രക്രിയയാണ് പരിശുദ്ധാത്മ നിറവ്. ആ വാക്ക് ശ്രദ്ധിക്കണം. ഇറ്റ് മേക്സ് അസ് സ്പിരിച്വൽ. 2, പരിശുദ്ധാത്മ നിറവ് ഇറ്റ് ഗീവ്സ് അസ് ലീഡിങ്. ആത്മ നടത്തിപ്പ് നമുക്ക് നൽകും. ഇറ്റ് ഗീവ്സ് അസ് ലീഡിങ്. 3, പരിശുദ്ധാത്മ നിറവ് ഇറ്റ് ഹെൽപ്സ് അസ് ടു ഓവർകം സ്ട്രഗിൾസ്. പ്രതിസന്ധികളെ അതിജീവിപ്പാനുള്ള കരുത്ത് നമുക്ക് നൽകി തരും. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. 1, the filling of the Holy Spirit makes us spiritual. 2, the filling of the Holy Spirit gives us leading. 3, the filling of the Holy Spirit helps us to overcome struggles in life. അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ ഇങ്ങനെ കൊടുക്കാം, ഇറ്റ് ഹെൽപ്സ് us to overcome Satan in life. പിശാചിനെ അതിജീവിക്കുന്ന, ജയിക്കുന്ന, അതിനായി നമ്മെ ഹെൽപ്പ് ചെയ്യുന്ന, നമ്മെ ഒരുക്കിയെടുക്കുന്ന ഒരു ശുശ്രൂഷയാണ് എന്ത്? അപ്പം ഇത് അന്യഭാഷയ്ക്കകത്ത് ഒതുക്കരുത്, ഇത് ആരാധനയ്ക്കകത്ത് ഒതുക്കരുത്. സ്തോത്രം. ഇവിടെയുള്ള സഹോദരന്മാരോ സഹോദരിമാരോ വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ ആ ഒരു അരമണിക്കൂറിനകത്ത് ഒതുങ്ങേണ്ടതല്ല ആത്മ നടത്തിപ്പ്. സ്പിരിറ്റ് ഫില്ലിംഗ് എന്ന് പറയുന്നത് ഓരോ ദിവസവും, ഓരോ ആഴ്ചയും, ഓരോ മാസവും നമ്മൾ എവിടെയൊക്കെ ആയിരിക്കുന്നു അവിടെയെല്ലാം നമ്മെ നടത്തുന്നതായിരിക്കണം. ഇന്ന് വന്നിരിക്കുന്ന ഒരു പരാജയം എനിക്ക് തോന്നിയത്, നമ്മൾ ഈ വർഷിപ്പിനകത്തേക്ക് മാത്രം ആത്മാവിനെ എന്ത് ചെയ്യുക?
പലപ്പോഴും എല്ലാവരുമല്ല, പക്ഷെ കുറച്ച് പേരെങ്കിലും പെന്തക്കോസ്ത് ലോകത്തിൽ ഈ ആരാധനയ്ക്കകത്തേക്ക് മാത്രം ആത്മാവിനെ ഒതുക്കാൻ എന്ത് ചെയ്യുക, ശ്രമിക്കുക. പക്ഷെ ആത്മ നടത്തിപ്പെന്നുള്ളത് ഈ ഹോളിനകത്തെ 2 മണിക്കൂറിനകത്ത് നിൽക്കുന്നതല്ല. ഇത് ഇതിന്റെ അപ്പുറത്തേക്ക് പോകുന്നതാണ്. ഹല്ലേലൂയ. ഇത് ആരാധനയ്ക്കകത്ത് നിൽക്കുന്നത് മാത്രമല്ല, ഇത് വചന ശുശ്രൂഷയ്ക്കകത്ത് നിൽക്കുന്നത് മാത്രമല്ല, ഇത് ജോലി സ്ഥലത്ത് വ്യാപരിക്കുന്നതാണ്. നമ്മൾ എവിടൊക്കെ കടന്നു പോകുന്നു, അത് രോഗത്തിലാകട്ടെ, ഭാരത്തിലാകട്ടെ, കഷ്ടത്തിലാകട്ടെ, ഞെരുക്കത്തിലാകട്ടെ, സന്തോഷത്തിലാകട്ടെ, ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലും നമ്മെ ലീഡ് ചെയ്യുന്ന, നമ്മെ നയിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുക, രക്തത്താൽ ജയമെടുക്കുക. അപ്പം എനിക്ക് സ്നേഹത്തോടെ നിങ്ങളോട് പറയാനുള്ളത്, ഡു നോട്ട് ലിമിറ്റ് ദ സ്പിരിറ്റ് ടു യുവർ വർഷിപ്പ്, ടു യുവർ ചർച്ച്. നിങ്ങളുടെ ചർച്ചിനകത്ത് 2-2.5 മണിക്കൂർ നമ്മൾ ഇവിടെ ചെലവഴിക്കുന്ന സമയങ്ങളില്ലേ, അതിനകത്ത് ആത്മാവിനെ എന്ത് ചെയ്യരുത്, ഒതുക്കരുത്. നിങ്ങളുടെ കൂട്ടായ്മകൾക്കകത്ത് ആത്മാവിനെ എന്ത് ചെയ്യരുത്, ഒതുക്കരുത്. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത് ആത്മാവിനെ എന്ത് ചെയ്യരുത്, ഒതുക്കരുത്. ഇത് ഇതിനപ്പുറത്താണെന്ന് തിരിച്ചറിയണം. എവിടെയൊക്കെ നമ്മൾ പോകുന്നോ അവിടെ എല്ലാം അനുഭവിക്കാൻ കഴിയുന്ന ഒറ്റ കാര്യം ആത്മസാന്നിധ്യമാണ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുക, രക്തത്താൽ ജയമെടുക്കുക, രക്തത്താൽ ജയമെടുക്കുക. ശ്രദ്ധിച്ച് കേൾക്കണേ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞു, പാസ്റ്റർ ജോലിക്ക് പോകുമ്പം ഫോണ് അലമാരിക്കകത്ത് വെച്ച് പൂട്ടണം, ഇല്ലേ? സ്തോത്രം. അത് അവിടുത്തെ കമ്പനി നിയമം. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഖത്തറിലെ ഓഫീസിനകത്ത് ഒരു അലമാരി ഉണ്ട്, അതിനകത്ത് സ്റ്റാഫ് എല്ലാം അവരുടെ ഫോൺ വെച്ച് എന്ത് ചെയ്യണം, പൂട്ടണം. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതൊക്കെ ചെയ്താലും ആത്മസാന്നിധ്യം അനുഭവിക്കാൻ തടസ്സമില്ല, അല്ലേ? സ്തോത്രം. എല്ലാവരും ഇവിടെ ഉണ്ടോ? എത്രയൊക്കെ റെസ്ട്രിക്ഷൻ വന്നാലും ആത്മാവിനെ തടുക്കാൻ ആർക്കും എന്ത് ചെയ്യത്തില്ല. സ്വോത്രം. ഇതിനെ ലിമിറ്റ് ചെയ്യരുത്. അപ്പം എൻ്റെ സ്നേഹത്തോടുള്ള ഒരു അഭ്യർത്ഥന, ഇതിനപ്പുറത്തേക്ക് ആത്മാവ് പ്രവർത്തിക്കട്ടെ. നിങ്ങൾ എവിടൊക്കെ ആയിരിക്കുന്നോ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിൽ നിങ്ങൾ കടന്നു പോകുന്നു, അവിടെ എല്ലാം കർത്താവേ, ഐ വാണ്ട് ടു എക്സ്പീരിയൻസ് ദിസ് ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. കർത്താവേ, ആരാധനയ്ക്കകത്ത് മാത്രമല്ല, ഈ ശക്തി ഞാൻ പോകുന്നിടത്തെല്ലാം എൻ്റെ മനസ്സിനെ ചലിപ്പിക്കുന്ന, എൻ്റെ ശരീരത്തെ ഉണർത്തുന്ന ഒരാത്മീയ അനുഭവമായി മാറണമെന്ന് നമ്മൾ ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് മുതൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്ക് വരണം. നമ്മുടെ സ്പിരിച്വൽ ടൈമിന് അപ്പുറത്തേക്ക്. എന്തോ സ്പിരിച്വൽ ടൈം? ഞാനത് പ്രാർത്ഥനയെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ബൈബിൾ വായിക്കുന്ന ആ സ്പിരിച്വൽ ടൈമിന് അപ്പുറത്തേക്ക് വി ഷുഡ് എക്സ്പീരിയൻസ് ദ ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതൊരാഗ്രഹമാണ് കേട്ടോ, അതൊരു വാഞ്ചയാകണം, അതൊരു ഉത്സാഹമാകണം. അത് നമ്മുടെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ തിങ്ങി വരണം. അടുക്കളയിൽ അത് അനുഭവിക്കാൻ കഴിയണം, അല്ലേ? ജോലി സ്ഥലത്ത് അത് നമ്മൾ എവിടെയെല്ലാം പോകുന്നു അവിടെ എല്ലാം നമുക്കത് അനുഭവിക്കാൻ കഴിയണം. അതാണ് പരിശുദ്ധാത്മ നിറവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ച് നമ്മൾ ആ 3 ഡയമെൻഷൻസ് ഒന്ന് ചിന്തിക്കാൻ പോകുക. 1, ഇറ്റ് മേക്സ് us spiritual. 2, ഇറ്റ് ഗിവ്സ് us a leading, a spiritual leading. 3, ഇറ്റ് helps us to overcome Satan. പിശാചിനെ ജയിക്കാൻ, പ്രതിസന്ധികളെ ജയിപ്പാൻ ഈ ശക്തി നമ്മളെ എന്ത് ചെയ്യും? സഹായിക്കുവാനിടയായി തീരും. അപ്പൊ ഒന്നാമത്തെ ആശയത്തിൽ, ഒന്നാമത്തെ ഡയമെൻഷനിലേക്ക് നമുക്കൊന്ന് വരാം. ഇറ്റ് മേക്സ് us spiritual, നമ്മളെ ആത്മീകരായി തീർക്കുന്ന ഒരു പ്രക്രിയ. 3-ാം അധ്യായം എടുത്ത് ദി ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 3. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 21 22 വാക്യങ്ങൾ ഒന്ന് വായിച്ച് സഹായിക്കണമേ. ചാപ്റ്റർ 3 വേഴ്സ് 21 and 22. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. ഈ കോണ്ടെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പരിശുദ്ധാത്മ നിറവെന്ന വാക്ക് വായിച്ചപ്പോൾ, 4-ാം അധ്യായത്തിൽ വായിച്ചപ്പോൾ അതിനോട് ചേർത്ത് എഴുതിയൊരു വാക്കുണ്ട്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. അടുത്ത വാക്ക്, ഒരു സ്ഥലത്തിന്റെ പേര് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, യോർദാൻ വിട്ട്. അപ്പൊ അതൊന്ന് തെളിയിക്കാനാണ് ഞാൻ ഈ വാക്യങ്ങളിലേക്ക് വന്നത്. എന്താ യോർദാനിൽ സംഭവിച്ചത്? അപ്പൊ യോർദാനിലെ പ്രോസസ്സ് നമുക്കറിയാം. ബാപ്റ്റിസം സർവീസ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബാപ്റ്റിസം സർവീസ് നടന്ന സ്ഥലമാണെന്ത്? യോർദാൻ എന്ന് പറയും. നമുക്കതറിയാം. അപ്പം യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുന്നു. സകലവും നിവൃത്തിയാകേണ്ടതിന് ഇപ്പോൾ സമ്മതിക്കുക എന്ന് യോഹന്നാനോട് കർത്താവ് പറയുന്നു. യോഹന്നാന്റെ കൈക്കീഴിൽ യേശു എന്ത് ചെയ്യുന്നു? സ്നാനപ്പെടുന്നു. അപ്പൊ ശ്രദ്ധിക്കണം, ഈ സ്നാന ശുശ്രൂഷയിൽ ഉണ്ടായ പ്രോസസ്സ് നമുക്ക് നന്നായി അറിയാം. അവിടെ സ്വർഗം തുറന്നു, ഇല്ലേ? നമ്മളത് പലതവണ വായിച്ചു പോയിട്ടുണ്ട്, ഈ വേദഭാഗങ്ങൾ വായിക്കുന്നുണ്ട്. സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ
ഇറങ്ങി വന്നു, നമുക്കത് അറിയാം. പക്ഷേ അവിടെ വെളിപ്പെട്ട ഒരു സൗണ്ട് ഉണ്ട്, അത് ശ്രദ്ധിക്കണം. എന്താ സൗണ്ട്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹൂം ഐ ആം പ്ലീസ്ഡ്. സ്തോത്രം. ആ വാക്കാണ് നമുക്ക് കടമെടുക്കേണ്ടത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അപ്പൊ ദൈവത്തിന് പുത്രരുമുണ്ട്, പ്രിയപുത്രരുമുണ്ട്. അപ്പം സത്യം പറയുന്നത്, നമ്മൾ ആരാകാനാ ഉത്സാഹിക്കണ്ടേ? പ്രിയപുത്രനായി തീരാനേ. ബിലവഡ് ചിൽഡ്രൻ ഓഫ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. അപ്പം ആ പദം നമ്മളൊന്ന് ചിന്തിക്കാൻ പോകുക. അപ്പം നമ്മൾ എത്ര ആത്മീയരാകുന്നോ അത്രത്തോളം നമ്മൾ ആരാകും? സ്തോത്രം. കാരണം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്തുവാ? നമ്മൾ ആരാകണം? ഞാനൊരു കാര്യം പറയാം ദൈവമക്കളെ, വീട് വെക്കാൻ പരിശുദ്ധാത്മ നിറവ് വേണ്ട. ഹലോ, റോൾസ് റോയ്സ് കാറ് മേടിക്കാൻ എന്ത് വേണ്ട? എൻ്റെ കൂടെ ഉണ്ടോ? പ്രൊമോഷൻ കിട്ടാനും എന്ത് വേണ്ട? പരിശുദ്ധാത്മ നിറവ് വേണ്ട. പക്ഷേ പ്രിയപുത്രനാകാൻ, മനസ്സിലാകുന്നുണ്ടോ? ഹലോ, നമ്മുടെ ഒരു ഭൗതിക ആവശ്യം നടക്കാൻ സ്പിരിറ്റ് ഫില്ലിങ് വേണ്ട. ചിലപ്പോൾ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം അതെന്ത് ചെയ്യും. പക്ഷേ to become a beloved child of God, we need the filling of the Holy Spirit. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണോ? അതുകൊണ്ടാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നത്. മെറ്റീരിയൽ ബെനിഫിറ്റ്സിന് ഹോളി സ്പിരിറ്റിന്റെ ഫില്ലിങ് വേണ്ട. പക്ഷേ ആത്മീയരാകണമെങ്കിൽ we need the filling of the Holy Spirit. ശ്രദ്ധിക്കണം, യോർദാനിൽ വെളിപ്പെട്ട ശബ്ദം, ദിസ് ഈസ് മൈ ബിലവഡ് സൺ. ഇതാര് കേട്ടു? പിശാച് കേട്ടു. സ്തോത്രം. പിശാചിന്റെ അന്ന് മുതലുള്ള ടാർഗറ്റ് എന്തായി മാറി? ഈ പദവി നഷ്ടപ്പെടുത്തണം. ഏത് പദവി? സ്തോത്രം. എന്താ പ്രിയപുത്രൻ എന്ന് പറയുന്നത്? ബിലവഡ് ചൈൽഡ്. നമ്മളൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തിയവരല്ലേ? എന്താ ബിലവഡ് എന്ന് പറയുന്നത്? ഇപ്പൊ ചില മക്കളെ നോക്കി നമ്മൾ പറയാം അമ്മമ്മോനാന്ന് പറയും. എന്താ കാര്യം? ചില നോക്കി പറയാം അപ്പമ്മോളാന്ന് പറയും. എന്താ കാര്യം? നിങ്ങൾ ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഞങ്ങളുടെ വീട്ടിലെ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നേ. എൻ്റെ കൂടെ ഒന്ന് വന്നേ. കാരണം അവര് ഏതോ തലത്തിൽ നമുക്ക് എന്താണ്? പ്രിയരാണ്. ഏതൊക്കെയോ തലങ്ങളിൽ, ഡൈമെൻഷനിൽ അവർ നമുക്ക് എന്താണ്? പ്രിയരാണ്. ബിലവഡാ, നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരാ. ഇതുപോലെ തന്നെ കർത്താവിനും പ്രിയ മക്കളുണ്ട്. സ്തോത്രം. ഈ 12 പേരുടെ ശിഷ്യന്മാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നെങ്കിലും യേശുവിന് അതിനകത്ത് ഒരു സെലക്ട് 3 ഉണ്ടായിരുന്നു, അല്ലേ? എല്ലാവരും ഇവിടെ ഉണ്ടോ? നമ്മളാണെങ്കിൽ വഴക്കുണ്ടാക്കുമായിരുന്നോ? അത് വേറെ കൃത്യമല്ലേ? സ്തോത്രം. 12 പേര് ഒരേപോലെ വിളിച്ചവരാ. പക്ഷെ ഇതിനകത്ത് ഒരു സെലക്ട്. അപ്പം അവിടെയും ഒരു സെപ്പറേഷൻ ഉണ്ട്. അത് ഗെത്സമനയിൽ വെളിപ്പെട്ടു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ തേജസ് കാണിക്കാൻ മലയുടെ മുകളിൽ കൊണ്ടുപോയത് അവരെയാ. ഗെത്സമനയിൽ പ്രാർത്ഥിക്കാൻ ഒരുപാട് ദൂരം മുന്നോട്ട് കൊണ്ടുപോയത് അവരെയാ. അവരെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നേ. കർത്താവിനൊരു മിഷൻ ഉണ്ടായിരുന്നു. അപ്പം മക്കളുമുണ്ട്, പ്രിയ മക്കളുമുണ്ട്. അപ്പൊ എന്തിനാ പരിശുദ്ധാത്മ നിറവ്? മക്കളായ നമ്മളെ ആരാക്കി തീർക്കാൻ. നമ്മളെല്ലാരും ആരാ? മക്കളാ. കാൺമീൻ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ. അപ്പം നമ്മൾ ആരാ? വി ആർ ഓൾ ചിൽഡ്രൻ ഓഫ് ഗോഡ്. പക്ഷെ ഫില്ലിംഗ് എന്തിനാണെന്നറിയാമോ? ടു മേക്ക് ചിൽഡ്രൻ ബിലവഡ് ചിൽഡ്രൻ. സ്തോത്രം. ആ പ്രോസസ്സിലെ ആ ഒരു ട്രാൻസ്ഫോർമേഷനകത്ത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ പറയുന്നത് സിമ്പിളായിട്ട് പറയാൻ ശ്രമിക്കുകയാണ്. മക്കളായ നമ്മളെ പ്രിയ മക്കളാക്കി തീർക്കുന്ന ഒരു പ്രോസസ്സിനകത്ത് നമ്മുടെ മേൽ വെളിപ്പെടുന്ന ഒരു ശക്തിയാണ് പരിശുദ്ധാത്മ നിറവ്. അങ്ങനെയെങ്കിൽ കൊതിയുണ്ടോ? Do you want to become beloved children of Christ? Hallelujah. From children to beloved children. അതിന് എന്ത് ആവശ്യമാണ്? ഈ നിറവ് ആവശ്യമാണ്. അപ്പൊ ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. We need that filling by any means. കർത്താവേ, ഏത് സാഹചര്യത്തിലും ഈ ശക്തി ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങൾക്ക് ആരായി തീരണം? പ്രിയ മക്കളായി തീരണം. Can we say it boldly? നമുക്ക് ആരായി തീരണം?
ശബ്ദമുയർത്തി ഒന്ന് പറയാൻ കഴിയുമോ? നമുക്ക് ആരായി തീരണം? പ്രിയ മക്കളായി തീരണം. സ്തോത്രം. ഒരുപക്ഷെ ജീവിതാവസാനം വരെ നമുക്ക് മക്കളായി നിൽക്കാം. പക്ഷേ we need this transformation to be initiated in our life. പ്രിയ മകനായി തീരണം. ആ പദം ഞാനൊന്ന് വിശദീകരിക്കാം കേട്ടോ. ദാനിയേൽ പ്രവചനം ഒന്ന് എടുത്ത് അതിനകത്ത് ആ പദം കിടപ്പുണ്ട്. ദ ബുക്ക് ഓഫ് ഡാനിയൽ ചാപ്റ്റർ 9 വേഴ്സ് 20 ആൻഡ് ദ ഫോളോയിങ് വേഴ്സ്, 20 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് സഹായിച്ച. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും എന്റെ പാപം എന്റെ ജനമായ ഇസ്രായേലിന്റെ പാപവും ഏറ്റുപറയുകയും എന്റെ ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതത്തിന് വേണ്ടി എന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അപേക്ഷ കഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ എന്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദ്യമെങ്കിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരിക്കുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിന്റെ നേരത്ത് എന്നോട് അടുത്ത് വന്നു. അവൻ വന്ന് എന്നോട് പറഞ്ഞത് എന്തെന്നാൽ, ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരേണ്ടതിന് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നു. അടുത്ത വാക്ക്, നീ ഏറ്റവും പ്രിയനാകയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു. നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കണം, ദാനിയേൽ ദൈവത്തിന് ആരായിരുന്നു? ആ വാക്ക് ഹൈലി എസ്റ്റീംഡ് എന്നോ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തി എന്നൊക്കെ പറയാം അല്ലേ? ഏറ്റവും, അത് കുറച്ചും കൂടെ കട്ടിയുള്ള വാക്കാണോ? പ്രിയ മക്കൾ എന്നതിനേക്കാൾ കുറച്ചും വെരി ഡിയർ എന്നൊക്കെ പറയുന്നത് അല്ലേ? വെരി ക്ലോസ്. എനിക്ക് തോന്നുന്നു ആ വാക്ക് എനിക്ക് മനസ്സിലായ ഭാഷയിൽ ഞാനതിനെ എപ്പോഴും അസോസിയേറ്റ് ചെയ്യുന്നത് 91-ാം സങ്കീർത്തനത്തിന്റെ അവസാന വാക്യത്തോടെ, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ, സ്തോത്രം, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ, സ്തോത്രം. അങ്ങനെ ഒരു ബന്ധം. എന്താ? പ്രിയമക്കളല്ല, പറ്റിയിരിക്കുന്ന ഒരു ബന്ധം. ആ വ്യക്തിയെ വിളിക്കുന്ന പേര് ഏറ്റവും പ്രിയൻ. സ്തോത്ര 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 സ്തോത്രം. അപ്പം അതിനകത്ത് എന്നെ പരിശുദ്ധാത്മാവ് ചിന്തിപ്പിച്ച ഒരു വാക്ക് 21-ാം വാക്യത്തിലുണ്ട് കേട്ടെ. പ്രിയ മകൻ എന്നൊരു പദം നമ്മൾ പഠിക്കുമ്പോൾ വേഴ്സ് 21 എന്ന് വായിച്ചു. ഞാൻ എൻ്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദ്യമെങ്കിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരിക്കുന്ന. ശ്രദ്ധിക്കണം, പ്രിയന്റെ ജീവിതത്തിലും എന്തുണ്ട്? സ്തോത്രം. പ്രിയം പ്രവാസത്തിലാ, പ്രിയൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക, ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്ന സമയം. ഹലോ, അപ്പോൾ പ്രിയന്റെ ജീവിതത്തിലും ഏറ്റവും പ്രിയ മകന്റെ ജീവിതത്തിലും എന്തുണ്ട്? ഉണ്ട്. അപ്പോൾ ഒരു സ്തോത്രം പറഞ്ഞേ. അപ്പം ഏറ്റവും പ്രിയനായതുകൊണ്ട് എപ്പോഴും സ്ട്രോങ് ആണെന്നല്ല അതിൻ്റെ അർത്ഥം. ആ വ്യക്തിയുടെ ജീവിതത്തിലും വീക്ക്നെസ് ഉണ്ട്, ഭാരങ്ങളുണ്ട്, ക്ഷീണങ്ങളുണ്ട്, തകർച്ചകളുണ്ട്, കണ്ണുനീരുണ്ട്, ക്ഷീണിച്ചിരിക്കുന്ന സമയം. പക്ഷെ സ്റ്റിൽ ഹി ഈസ് വെരി ഡിയർ ടു മീ. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരിക്കുമ്പോൾ, അത്യന്തം ക്ഷീണിച്ചിരിക്കുമ്പോൾ, ദൈവം എന്നെ കൈവിട്ടോ എന്ന് തോന്നുന്ന ഘട്ടം, പക്ഷെ സ്റ്റിൽ ഗോഡ് സേസ് ഹി ഈസ് വെരി വെരി ഡിയർ ടു മീ. അതല്ലേ ഏറ്റവും വലിയ സാക്ഷ്യം. നമ്മൾ എത്ര ബ്രോക്കൺ ആയാലും, ഇഫ് ഗോഡ് സേസ് ഹി ഈസ് വെരി ഡിയർ ടു മീ, അതല്ലേ സന്തോഷങ്ങളെ ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? How much we are broken or crushed, it doesn't matter. But if God says he is very 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 dear to me, എനിക്കത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. ഹല്ലേലൂയ. അപ്പം ഏറ്റവും പ്രിയനായത് കൊണ്ട് എവരിത്തിങ് ലുക്സ് പെർഫെക്റ്റ് എന്ന് ചിന്തിക്കരുത്, എല്ലാം ഫേവറബിൾ ആണ് എന്ന് ചിന്തിക്കരുത്. പക്ഷേ ഏറ്റവും പ്രിയനും ക്ഷീണിച്ചിരിക്കുന്ന സമയം, തളർന്നിരിക്കുന്ന സമയം. പക്ഷെ അവിടെ ഒരു പ്രോമിസ് പറയുക, ദൂതന പ്രിയന് വേണ്ടി ഇറങ്ങുകയാ, നീ ഏറ്റവും പ്രിയനാകുകയാണ്. അപ്പൊ ശ്രദ്ധിക്കണം, 21 ദിവസമായി ഈ പ്രിയം പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. പക്ഷെ എന്ത് വരുന്നില്ല? മറുപടി വരുന്നില്ല. മറുപടി എല്ലാവരും കൂടെ ഉണ്ടോ? ഞാൻ മനസ്സിലാകുന്നുണ്ടോ? He is very dear to me, but he is praying for so many days, but no answer. സ്തോത്രം. But still Daniel was dear to God. എനിക്ക് തോന്നുന്നു ദാനിയേലിന്റെ ആത്മീയ ജീവിതമാണ് ദൈവത്തെ ഇത്രയധികം സന്തോഷിപ്പിച്ചത്. പ്രവാസത്തിലിരിക്കുമ്പോഴും
കിളിവാതിൽ തുറന്ന് യെരൂശലേമിന് നേരെ ആ വാതിൽ തുറന്ന് 3 നേരം എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടുള്ള റിലേഷൻഷിപ്പിൽ എനിക്ക് തോന്നുന്നു 1% പോലും പുറകോട്ട് പോകാനിടയായി. He remained spiritual irrespective of his situations. എനിക്ക് തോന്നുന്നു ദൈവം ഏറ്റവും സന്തോഷിച്ചത്, ദൈവം ആ മനുഷ്യനെ ഓർത്ത് ഏറ്റവും ആനന്ദിച്ചത്, ഈ ക്ഷീണിച്ചിരിക്കുന്ന സമയത്തും he is still praying, he is still near to me, എന്നോട് ചേർന്നിരിക്കുന്നു എന്നുള്ള ആ മനോഭാവമാണ് തൻ്റെ ജീവിതത്തെ എന്ത് ചെയ്തത്? സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു ദൈവാസം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം എന്നെ ചിന്തിപ്പിച്ചു. ഈ ചിലർക്ക് പെട്ടെന്ന് മറുപടി ദൈവം കൊടുക്കുന്നത് അവരെ ദൈവത്തിന് ഒട്ടും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചു. സോദര, അപ്പം എനിക്കത് കേട്ടപ്പം എൻ്റെ ഹൃദയത്തിൽ അത് കൊണ്ടു. ദൈവത്തിന് അവരെ ഒട്ടും എന്തില്ല, മനസ്സിലായോ? സ്തോത്രം. ദൈവത്തിന് നമ്മിൽ ആ കോൺഫിഡൻസ് ഉണ്ടോ? നമ്മെക്കുറിച്ച് ദൈവത്തിന് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി അത് ബിൽഡ് ചെയ്യണം. ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം, ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം. കർത്താവേ, ദൈവത്തോട് ചേർന്ന് നടക്കാൻ, ദൈവത്തിന് ഏറ്റവും പ്രിയൻ മകനായി തീരാൻ എന്നെ ഒരുക്കണം എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ഡാനിയലിന്റെ സ്പിരിച്വൽ ലൈഫ്, ഡാനിയലിന്റെ സെപ്പറേറ്റഡ് ലൈഫ്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി, രാജാവിന്റെ ഭോജനം കൊണ്ടോ രാജമന്ദിരത്തിലെ വീഞ്ഞു കൊണ്ടോ ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ആശയം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഈ പിള്ളേർ ഈ കാർട്ടൂണൊക്കെ കാണുന്നവർ, അല്ലെങ്കിൽ ടി വിക്കകത്ത് പലതും കാണും. പക്ഷെ രാത്രിയിൽ ഇതൊക്കെ പുറത്ത് വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉറങ്ങുമ്പോൾ കാല് വെച്ച് കൈ വെച്ച് സ്വോത്രം. കാരണം അകത്ത് എന്ത് കിടക്കുക? ഓ, നിങ്ങളിവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സ്വോത്രം. അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിള്ളേരൊക്കെ ചിരിക്കുന്നുണ്ട്. ദേ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സേയിങ്. ഓക്കെ. അപ്പോൾ ഈ പലതും കാണുന്നത് അകത്തിരിക്കുമ്പം ഇതാണ് പുറത്തേക്ക് എന്ത് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ആത്മശക്തിയാണ് അകത്തെങ്കിൽ പുറത്തേക്ക് വരേണ്ടതും എന്തായിരിക്കണം? ഓ, സ്തോത്രം. അപ്പൊ അതിനുവേണ്ടി ആത്മാർത്ഥമായി നമ്മൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ദൈവത്തിന് ഡിയറായി തീരാൻ അവരെ ഒരുക്കിയെടുക്കണം. നമ്മളും അങ്ങനെ ഒരുങ്ങണം. നമ്മൾ ആരായി തീരണം? പ്രിയ മക്കളായിട്ട് എന്ത് ചെയ്യണം? പക്ഷേ ഇതൊരു പെയിൻഫുൾ പ്രോസസ്സാണ്. മക്കള് പ്രിയ മക്കളാകുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരർത്ഥം ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, ദൈവത്തിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവരായി നമ്മൾ മാറണം. അത് എളുപ്പമുള്ള കാര്യമല്ല. ദൈവത്തിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു ആത്മീയ ജീവിതം. നമ്മുടെ ബോസിനെയൊക്കെ പ്ലീസ് ചെയ്യാൻ പലപ്പോഴും നമ്മൾ എന്തൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോഴല്ല, ആദ്യം ജോലിക്ക് കയറിയപ്പോൾ. ഇപ്പം നമ്മൾ മൈൻഡ് പോലും ചെയ്യത്തില്ല. പക്ഷെ ആദ്യം ജോലിക്ക് കയറിയപ്പോൾ നമ്മുടെ മേലധികാരികളെ, നിങ്ങൾ എൻ്റെ കൂടെ വരത്തില്ല, വാസകം പറഞ്ഞു പോയതേ, പ്ലീസ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്തെന്നൊന്ന് ആലോചിച്ചേ. ഉണ്ടോ? അറിയത്തില്ല. സ്തോത്രം. ഞാൻ ശുശ്രൂഷ വന്ന ആദ്യ സമയങ്ങളിൽ നമ്മുടെ ലീഡേഴ്സിനെ ഒക്കെ പ്ലീസ് ചെയ്യാൻ എന്തേലും ഒക്കെ, ഹലോ, പെട്ടി എടുത്ത് കൊടുക്കുന്നു, ഷർട്ട് തേച്ച് കൊടുക്കുന്നു, എല്ലാവരും ഇവിടെ ഉണ്ടോ, ഷൂ പോളിഷ് ചെയ്ത്. കാരണം നമ്മുടെ മനസ്സിനകത്തുള്ള ആഗ്രഹം അവര് നമ്മളിൽ എന്താകണം? പ്രസാദിക്കണം. ആ വാക്കാണ് ഞാനത് ആഗ്രഹിച്ചത്. അവർ നമ്മിൽ എന്ത് ചെയ്യണം. പക്ഷെ ഇപ്പം മൈൻഡ് ചെയ്യാറില്ല, അത് വേറെ കാര്യം. കാരണം വർഷങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞു. ഇപ്പം നമുക്ക് മനസ്സിലായി, പ്ലീസ് ചെയ്തില്ലെങ്കിലും ദൈവം നമ്മളെ നിർത്തുമെന്ന് മനസ്സിലായി. അപ്പോൾ പക്ഷെ ആദ്യ സമയങ്ങളിലൊക്കെ അവരെ പ്ലീസ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ, ഈ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചത്. ദൈവത്തിന് പ്രസാദകരമായത് ചെയ്യുന്നവരായി നമ്മൾ എന്ത് ചെയ്യണം. നമ്മൾ വായിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, കയീനിലും അവൻ്റെ യാഗത്തിലും ദൈവം എന്ത് ചെയ്തില്ല, പ്രസാദിച്ചില്ല. അപ്പം ദൈവം ശരിക്കും പ്ലീസ് ചെയ്യപ്പെടേണ്ടത് ആരാധനയിലാണോ നമ്മളിലാണോ? നമ്മളില്ല, ഇല്ലേ? നമ്മളില്ല. അപ്പം നമ്മളിൽ പ്ലീസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ആരാധനയിലും ദൈവത്തിന് എന്ത് ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. ഇപ്പം നമ്മൾ ഒരു ദിവസം ക്ഷീണിച്ച് ജോലി കഴിഞ്ഞ് വളരെ ക്ഷീണിച്ച് വീട്ടിൽ വന്ന് കയറുക എന്ന് വെച്ചോ, സോദരം, ഒരു ഗ്ലാസ് കാപ്പി കിട്ടുന്നതാണോ സന്തോഷം? അതോ ഇന്ന് ഈ മാസത്തെ കറണ്ട് ബില്ല് അടച്ചില്ലെന്ന് പറയുന്നതാണോ സന്തോഷം? ഹലോ, ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ ഏത് റോളും ആകട്ടെ, നമ്മൾ വളരെ ക്ഷീണിച്ച് തളർന്ന് വീട്ടിലോട്ട് വന്ന് കയറാം, സോഫയിലോട്ട് അങ്ങ് ഇരുന്നു, ഈ മാസത്തെ കറണ്ട് ബില്ല് അടച്ചില്ല അറിയാമോ എന്ന് പറയുന്നതും, മനസ്സറിഞ്ഞ് കാപ്പിയോ ചായയോ ജ്യൂസോ വെള്ളമോ എന്തോ ആയിക്കൊള്ളട്ടെ
കൊടുക്കുന്നതും തമ്മിൽ എന്തുണ്ട്? ഹലോ, ഇത് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിന് നമ്മൾ എന്ത് കൊടുക്കുക? സ്തോത്രം. ആദ്യത്തെ കാര്യം ചെയ്താൽ അവർ ഓർക്കും പിറ്റേ ദിവസം ഓഫീസിൽ നിന്ന് ഇച്ചിരി ലേറ്റ് ആയിട്ട്, കാരണം കുറച്ചും കൂടെ ഓഫീസിൽ ഇരുന്നാൽ എന്ത് കിട്ടും? ഹലോ, നമ്മൾ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചു പോയിട്ടില്ലേ? സ്തോത്രം. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ചില സമയങ്ങളിലൊക്കെ ചില ദൈവമക്കളൊക്കെ നമുക്കൊരു ആശ്വാസമായിരുന്നെങ്കിൽ എന്ന് നമ്മള്, ഹലോ, ചിലപ്പം ഈ നാട്ടിലൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ നല്ലപോലെ വേർക്കും. ഒരു ഗ്ലാസ് വെള്ളം ആരെങ്കിലും കൊണ്ട് തന്നിരുന്നെങ്കിൽ. ഇവിടെ അങ്ങനെ കുഴപ്പം, നമ്മൾ എ സിക്കകത്തിരിക്കുക. അപ്പം ഇതൊക്കെ മനസ്സിന് എന്താ? ഹലോ, നമ്മുടെ മനസ്സിന് ആശ്വാസം നൽകുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കൊച്ചു ജീവിതത്തിലുണ്ടല്ലേ? ഇതുപോലെ തന്നെ ദൈവത്തിന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരാത്മീയ ജീവിതം നമ്മിൽ വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണ് ഒരു ചോദ്യം, ഹൗ ക്യാൻ വി പ്ലീസ് ഗോഡ്? ദൈവത്തെ എങ്ങനെ നമുക്ക് പ്രസാദിപ്പിക്കാം? ഒന്ന് പറഞ്ഞേ, എങ്ങനെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും? ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, വിശുദ്ധ ജീവിതം. ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിച്ച് വി ക്യാൻ ഹോണർ ഗോഡ്. ദൈവത്തിന്റെ അക്സെപ്റ്റൻസ് സ്വീകരിക്കുന്നവരായി നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ദൈവത്തിന്റെ സ്നേഹിതരായി, ദൈവത്തിന്റെ പ്രിയ മക്കളായി തീരാൻ ഈ ദിവസങ്ങൾ നമ്മൾ സഹായിക്കണേ. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, എടുപ്പിക്കുന്നില്ല. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേർ വിളിക്കപ്പെട്ടു, ഇല്ലേ? ഹി വാസ് കോൾഡ് ദ ഫ്രണ്ട് ഓഫ് ഗോഡ്. എന്താ കാര്യം? ദൈവത്തിന് അബ്രഹാമായി ഉണ്ടായിരുന്ന ബന്ധം എന്താ? ഹല്ലേലൂയ. ഒരു സ്നേഹിതന്റെ ബന്ധമായിരുന്നു. പ്രിയരെ, നമ്മെക്കുറിച്ച് ദൈവം വിലയിരുത്തുമ്പോൾ, ദൈവമായുള്ള റിലേഷൻഷിപ്പിൽ നമ്മളെ ദൈവം എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നെന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹൗ ഡസ് ഗോഡ് ഇവാലുവേറ്റ് അസ്? 0 to 10 നമ്മളൊരു സ്കെയിൽ ഇട്ടാൽ എവിടെ വരും അത്? ഹലോ, പ്രിയ മക്കളാകുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇറ്റ് ഈസ് ദ ടഫസ്റ്റ് തിങ് you can become in this world. ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. പക്ഷെ അതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, വി ഹാവ് ടു സാക്രിഫൈസ് അവർ ലൈഫ് ടു പ്ലീസ് ഗാഡ്. അക്സെപ്റ്റ് ചെയ്യുന്ന, ദൈവത്തിന് പ്രസാദമുള്ള, റോമാലേഖനം ഒന്ന് എടുത്ത് അവിടെ ആ പദം എഴുതിയിട്ടുണ്ട്. 12-ാം അധ്യായം 1-2 വാക്യം നിങ്ങൾക്ക് അറിയാവുന്ന വാക്യമാണെങ്കിലും എനിക്ക് 1-2 കാര്യങ്ങൾ അതിനകത്ത് നിങ്ങളെ ഓർപ്പിക്കാനുണ്ട്. റോമൻസ് ചാപ്റ്റർ 12 verse 1 and 2 ഒന്ന് വായിച്ച്. 12-ന്റെ 1 ഉം 2. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ദൈവത്തിന് പ്രസാദമുള്ള യാഗം, സാക്രിഫൈസസ് ദാറ്റ് ആർ അക്സെപ്റ്റബിൾ ടു ഗോഡ്. അപ്പൊ അത് എന്താണെന്ന് പൗലോസ് പറയാ. എന്തൊക്കെയാ? 2-3 കാരണങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് ചേർത്ത് വായിച്ച്. നിങ്ങളെ തന്നെ ഈ ലോകത്തിന് അതിന് മുമ്പുള്ള വാക്കിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ശരീരങ്ങളെ, യുവർ ബോഡി, കേട്ടോ, നിങ്ങളുടെ ശരീരങ്ങളെ. അപ്പൊ ദൈവം പ്രസാദിക്കേണ്ടത് എവിടാ? നമ്മളിൽ തന്നെയാ. എന്നിട്ട് പൗലോസ് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന് വായിച്ചേ. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. ആമേൻ. അപ്പൊ ഈ ശരീരത്തിൽ വ്യാപരിക്കേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി ജീവനാണ്. എന്താ ജീവൻ? അത് പുനരുദ്ധാനത്തിന്റെ ശക്തിയാണ്. ദ പവർ ഓഫ് റിസറക്ഷൻ. ജീവിപ്പിക്കുന്ന എന്ന് വെച്ചാൽ ഏത് ക്ഷീണങ്ങളെ ഓവർകം ചെയ്യാൻ നമ്മുടെ ശരീരത്തിനകത്ത് ലഭിക്കുന്ന ഒരു പവറുണ്ട്. ഹല്ലേലൂയ. ആ ജീവൻ നമ്മിൽ വ്യാപരിക്കുമ്പം അത് ആരാധനയില്, പ്രാർത്ഥനയില്, ഇടപാടില്, നമ്മുടെ ചുറ്റുമുള്ള റിലേഷൻഷിപ്പിലൊക്കെ ആ ബന്ധം എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. നമ്മൾ എങ്ങനെയുള്ളവരായി തീരും? സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള, വാക്യം കേട്ടിട്ടല്ലേ? ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹികളായി. ആമേൻ. ദൈവം നിങ്ങളെ എന്ത് ചെയ്തിരിക്കുക? We are living in the land of the yes. ജീവനുള്ളവരുടെ ദേശത്താണ് ദൈവം നമ്മളെ. ഈ കൂട്ടായ്മയെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന എന്താ? ഇവിടെയുള്ള എല്ലാവരും. ഈ ജീവനൊരു പ്രത്യേകതയുണ്ട്.
ഒരാൾ ജീവൻ വ്യാപരിച്ചാൽ അടുത്തിരിക്കുന്ന ആളിലും എന്ത് വ്യാപരിക്കും? ഓ, സ്തോത്രം 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 സ്തോത്രം. ഈ അടുത്തിരിക്കുന്ന ആള് കയ്യും അടിക്കാതെ സ്തോത്രവും പറയാതെ താടിക്ക് കയ്യും കൊടുത്തിരുന്നാൽ നമ്മുടെ ആരാധന അതെന്ത് ചെയ്യും? എല്ലാവരും ഇവിടെ ഉണ്ടോ? ഈ നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്നവിടെ പോയി ഒരു 10 മിനിറ്റ് ഇരുന്നേ. നമ്മൾ വീട്ടിൽ തിരിച്ചു വരുന്ന വേറെ ഒരു തലത്തിലായിരിക്കും. കാരണം ഈ എനർജി നമ്മളിലേക്ക്, ശ്രദ്ധിക്കണം, കുറ്റം പറയുന്നവരുടെ അടുത്ത് ഒരു 10 ദിവസം ഇരുന്നേ, നമ്മളും അറിയാതെ അത് തുടങ്ങും. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഈ എനർജി നമ്മളിലേക്ക് എന്ത് ചെയ്യുക? പക്ഷെ ക്രിസ്തുവിന്റെ ജീവൻ എന്താണെന്നറിയാമോ? അത് ഉയർപ്പിക്കുന്ന, അത് ചൈതന്യം നൽകുന്ന, മരണത്തെയും പാതാളത്തെയും ജയിക്കുന്ന, ഒരുവനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി പണിതെടുക്കുന്ന, ജീവിത സാഹചര്യങ്ങളെ അതിജീവിപ്പാനുള്ള ബലം നൽകുന്ന ശക്തിയാണ് ജീവൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ വാക്കെന്താ? ജീവനും. 2, വിശുദ്ധിയും. എന്താ വിശുദ്ധി? ദൈവത്തിന്റെ സ്റ്റാൻഡേർഡോളം വളരുന്ന ഒരു പ്രോസസ്സാണ് വിശുദ്ധി. ഞാൻ വിശുദ്ധനായിരിക്കാൻ അപ്പം എന്താ വിശുദ്ധി എന്ന് പറയുന്നത്? ദൈവത്തെ പോലെ ആകുന്നതാ വിശുദ്ധി. ബിക്കമിങ് ലൈക്ക് ഗോഡ്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മൂന്നാമത്തെ വാക്ക് ദൈവത്തിന് പ്രസാദമുള്ള. അപ്പൊ ഓർഡർ ഒന്ന് ശ്രദ്ധിച്ച്. 1, നമ്മളിൽ എന്തുണ്ടാകണം? ജീവൻ. 2, വിശുദ്ധി. 3, അപ്പൊ ഇത് ഡിസോർഡർ ആയിട്ട് ചെയ്യാൻ പറ്റുമോ? ഇത് ഓർഡറിലേ പറ്റൂ. ജീവൻ ഉണ്ടാകണം, വിശുദ്ധി ഉണ്ടാകണം, എന്നാലേ നമ്മുടെ യാഗം ദൈവത്തിന് പ്രസാദമുള്ളതായി തീരത്തുള്ളൂ. അക്സെപ്റ്റബിൾ ടു ഗോഡ്. നമ്മുടെ ജീവിതം എന്തായി തീരണം? ദൈവം സർട്ടിഫൈ ചെയ്യുന്ന, അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അനുഭവമായി എന്ത് ചെയ്യണം? അടുത്ത വാക്കും കൂടെ ഒന്ന് വായിച്ചോ. രണ്ടാമത്തെ വാക്കും കൂടെ ഒന്ന് വായിച്ചോ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. ദൈവഹിതം അറിഞ്ഞേ നമ്മൾ എന്ത് ചെയ്യാവും? നമ്മുടെ മനസ്സ് പുതുക്കി എന്ത് ചെയ്യണം? ഓ, സ്തോത്രം. ഇപ്പൊ ദൈവഹിതം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഹിതങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും? അപ്പം പ്രിയ മക്കളാകണമെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഒറ്റ ഒരു ആഗ്രഹം പോലും നമ്മുടെ അകത്ത്. അപ്പൊ അത് ബുദ്ധിമുട്ടാണോ? പെട്ടു അല്ലേ? പെട്ടോ? പെട്ടു. ടഫ്. പ്രിയമക്കളാണെങ്കിൽ നമ്മുടെ ഒരൊറ്റ ആഗ്രഹം പോലും നമ്മുടെ അകത്ത് ദൈവഹിതം ഇന്നതെന്ന്. പിന്നെ എല്ലാം ലീഡിങ് ദൈവഹിതത്തിന്. ഓ, സ്വോത്ര സ്വോത്ര സ്വോത്ര. ഈ ദൈവഹിതം ഉള്ളത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ. ഞാനൊരു ഉദാഹരണം പറയാം. അപ്പം ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് 2017 എനിക്ക് തോന്നുന്നു, 17 എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ ദുബായ് പ്രസംഗിക്കാൻ പോയപ്പം അന്ന് ഈ iPhone 7 ഇറങ്ങിയ സമയമാണ്. 2017 കാര്യം ഞാൻ പറഞ്ഞു. ഇന്ന് ഏതുവരെ ഇറങ്ങി? 17 ഇറങ്ങിയോ? 16 വരെ എത്തി. ഓക്കെ. അപ്പം iPhone 7 നല്ലൊരു കൊച്ചു ഫോണായിരുന്നു. ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിനകത്തൊരു, ഞാൻ പ്രസംഗിക്കാൻ പോയതാ ദുബൈയിൽ. എന്ത് ചെയ്തു? പ്രസംഗിക്കാൻ 1 മാസം അവിടെ ഉണ്ട്. ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം ഒരു ഫോൺ ആരുടെ കൈ കന്നു, രണ്ടാമതൊരാളുടെ കൈ കന്നു. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്കൊരു നല്ല കൊച്ചു ഫോണ് പോക്കറ്റിനകത്തിട്ട് നല്ല സുന്ദരമായിട്ടിരിക്കും, വളരെ വളരെ ടൈനി ആയിട്ടുള്ളൊരു ഫോൺ. ഇറങ്ങിയ സമയം. അപ്പം ഞാനിത് ആരോടും പറഞ്ഞില്ല, പ്രാർത്ഥിച്ചുമില്ല. പക്ഷെ എൻ്റെ അകത്ത് ഈ ആഗ്രഹം എന്ത് ചെയ്തു? ഹലോ, ചില ദിവസങ്ങൾ ഇങ്ങനെ പൊങ്ങി വന്നു. ഞാൻ പോകാറാകുമ്പോൾ വീട്ടിൽ താമസിച്ച ആ ഫാമിലി എന്നെ യാത്ര അയക്കാൻ വരുമ്പം എന്നോട് പറഞ്ഞ്, എനിക്കൊരു ഗിഫ്റ്റ് പാസ്റ്ററുടെ പെട്ടിക്കകത്ത് നിങ്ങൾ കാണാതെ വെച്ചിട്ടുണ്ട്, നാട്ടിൽ ചെന്ന് അത് ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം നാട്ടിൽ ചെന്ന് ഞാൻ ഓപ്പൺ ചെയ്തു. പക്ഷെ പ്രതീക്ഷിച്ചില്ല, ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് എന്ത് കിട്ടി? നിങ്ങളോട് ഉണ്ടോ എന്ന് നോക്കട്ടെ. കൃത്യമായിട്ട് ഞാൻ ചിന്തിച്ച ബ്ലാക്ക് iPhone 7 എൻ്റെ പെട്ടിക്കകത്ത്. അപ്പോൾ എൻ്റെ അകത്ത് കണ്ടോ ദൈവമക്കളുടെ ആഗ്രഹം ദൈവം എന്ത് ചെയ്യുന്നു? ഓഹോ, നമ്മൾ പറഞ്ഞു പോലുമില്ല വെച്ചാൽ ലോകത്തൊരു മനുഷ്യനും അറിഞ്ഞു പോലുമില്ല. പ്രീനയോട് പോലും എന്ത് ചെയ്തില്ല, നാട്ടില്ല. അപ്പം അന്ന് റാന്നി ശുശ്രൂഷിക്കുന്ന സമയം ലോകത്തൊരു മനുഷ്യനും. അപ്പം എൻ്റെ മനസ്സിനകത്ത് വന്ന് തോന്നുന്നു, കണ്ടോ ഈ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ പോലും, നമുക്ക് വാക്യമുണ്ടല്ലോ എല്ലാത്തിനും, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള. ഏതായാലും സാക്ഷ്യം പറഞ്ഞില്ല. പക്ഷേ ഞാൻ പ്രീനോട് സന്തോഷത്തോടെ പറഞ്ഞു, കണ്ടോ ഞാനൊന്ന് 2 ആഴ്ച ആഗ്രഹിച്ചുള്ളൂ, പക്ഷെ ദൈവം തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം ദൈവം എന്ത് ചെയ്യുന്നു?
നിവർത്തിക്കും ദൈവം. ഞാനിങ്ങനെ അഭിമാനത്തോടെ ഫോണൊക്കെ കയ്യിൽ കൊണ്ട് നടന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതെനിക്കൊരു വിനയായി. സ്വോത്രം. ആരും 10 രൂപ തരാതായി. എല്ലാവരും ഇവിടെ ഉണ്ടോ? അവര് നോക്കുമ്പം പാസ്റ്റർ കയ്യിൽ എന്തുവാ? സ്വോത്രം. 100 രൂപ എടുക്കുന്നവർ വരെ വേണ്ട, നമ്മള് പാസ്റ്റർ കളിയാക്കുന്ന പോലെ iPhone 7 കയ്യിരിക്കുന്ന ഒരാൾക്ക് 100 രൂപ കൊടുത്താൽ. എൻ്റെ അച്ഛ ഒരു 6 മാസം ഞാൻ തകർന്നുപോയി. തരുന്നവര് പോലും. ഹലോ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല. ഞാൻ ആരോടെങ്കിലും ചോദിച്ചോ? ഇല്ല. പക്ഷെ ദൈവം എനിക്കത്, ഹലോ, അന്ന് ഞാൻ തീരുമാനമെടുത്തു, ഇനി ഒരാഗ്രഹം പോലും എൻ്റെ ജീവിതത്തിൽ. സ്വോത്രം. ഒരു 6 മാസം അതൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിപ്പോയി. തരുന്നവർ പോലും അവർ വിചാരിക്കുന്നത് ഞങ്ങൾ 500 കൊടുത്ത പാസ്റ്റർ കളിയാക്കുന്ന പോലെ. കാരണം iPhone 7 വരെയാണ്. ഹലോ, പിന്നെ പ്രീനെ ഇടയ്ക്ക് കളിയാക്കി ചോദിച്ചാ iPhone അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് 350 റിയാലിന്റെ ഹോണർ മതി. ഹലോ, നിങ്ങളിവിടെ ഉണ്ടോ? അന്ന് ഇത് നിർത്തിയതാ. അപ്പൊ വേണമെങ്കിൽ നമുക്ക് കണ്ടോ നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവം. അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, എനിക്കറിയാം. ഉണ്ട് ഉണ്ട് ഇല്ലേ? ഉണ്ടോ? ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ച എൻ്റെ ദൈവം എനിക്ക്. പക്ഷെ പ്രിയ മക്കളാകണമെങ്കിൽ നന്മയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ. അപ്പൊ ആദ്യം നിങ്ങൾ ആവേശത്തിൽ പറഞ്ഞതാകണമെന്ന്. പക്ഷെ ഇപ്പൊ കണ്ടിട്ട് ആരുടെ മുഖത്ത് ആ ഒരു സന്തോഷം? ഈസ് ഇറ്റ് പ്രാക്ടിക്കൽ? ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ. നമുക്ക് ദൈവത്തിന്റെ പ്രിയ മക്കളായി. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചേ, ദാനിയേൽ എത്ര വില കൊടുത്തു? ആ ലൈഫ് മൊത്തം എഴുതിയിട്ടില്ല. പക്ഷേ ഹൗ ഹി yielded to the Holy Spirit. ആ മനുഷ്യൻ പ്രിയ മകനാകാൻ, ഏറ്റവും പ്രിയനാകാൻ എത്രമാത്രം ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു? സ്തോത്രം. ഇറ്റ് ഈസ് എ ഡിസിപ്ലിൻ. ഇറ്റ് ഈസ് ചാസ്റ്റൈസ്മെന്റ്. നമ്മളെ തന്നെ ദൈവകരങ്ങൾ വിട്ടുകൊടുക്കുന്ന പൂർണ്ണ മനസ്സോടെ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം ദൈവമക്കളെ, ദൈവം നമുക്ക് വേണ്ടി ചിന്തിക്കുന്നതൊന്നും ചെറുതായിരിക്കത്തില്ല. അത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉന്നതമായത് നമുക്ക് വേണ്ടി കരുതാൻ, നമുക്ക് വേണ്ടി ചിന്തിക്കാൻ കഴിയുന്ന ഉത്തരവാദിത്വമുള്ള ഒരു ജീവനുള്ള ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. വിശ്വാസം എത്ര പേർക്കുണ്ട്? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ദൈവം കരുതുന്നത് ഒരിക്കലും ഇൻഫീരിയർ ആകത്തില്ല. അത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. പക്ഷെ ആ പ്രോസസ്സിൽ പറ, കർത്താവേ എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട, അങ്ങയുടെ ഇഷ്ടം എന്നിൽ. ആമേൻ. എല്ലാവരും ക്ഷീണിച്ചോ? സന്തോഷങ്ങൾ തന്ന സമയത്ത് ഒരു 8 മിനിറ്റ് കൂടെ ഉണ്ട്. പോകാമോ അതോ നിർത്തണം? പോകാം. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഒരു സന്തോഷം. ഇനി വെള്ളിയാഴ്ച കണ്ട് മിണ്ടായിരിക്കുമോ? സ്തോത്രം. 8 മിനിറ്റ് കൂടെ പോകാമോ? ഓക്കെ, ഞാൻ പെട്ടെന്നൊന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ദൈവത്തിന് പ്രസാദമുള്ള പ്രിയ മക്കളാകുക എന്ന് പറയുമ്പോൾ fully yielding to the will of God. അതാണ് ദൈവം അതിനകത്ത് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പം ശ്രദ്ധിക്കുക, ഈ പരിശുദ്ധാത്മ നിറവ് എന്തിനാ നമുക്ക് തരുന്നതെന്ന് ചോദിച്ചാൽ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നൊരു സാക്ഷ്യം അന്ത്യം വരെ നിലനിർത്തണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? കാരണം പിശാചിന്റെ ടാർഗറ്റ് ഇത് കളയാനാ, ഇത് നഷ്ടപ്പെടുത്തണം. മരുഭൂമി പരീക്ഷ എന്തിനാ? ഇത് കളയാനാ. നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ താഴോട്ട് ചാട്, കല്ലിനോട് കൽപ്പിക്കുക. ഹലോ, യേശു റിയാക്ട് ചെയ്യണം. ഏത് പദവി പോണം? സ്തോത്രം. അപ്പൊ ഇത് നഷ്ടപ്പെടുത്താനാ പിശാചിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. പക്ഷേ ഈ പരിശുദ്ധാത്മ നിറവെന്തിനെന്നറിയാമോ? ടു മേക്ക് യു സ്റ്റാൻഡ് ഫേം in the testimony you have received in Galilee. ഗലീലയിൽ വെച്ച് നീ പ്രാപിച്ച സാക്ഷ്യം അത് അന്ത്യത്തോളം നിലനിൽക്കണമെങ്കിൽ നമുക്ക് എന്താ ആവശ്യമാണ്? പരിശുദ്ധാത്മാവിന്റെ നിറവാവശ്യമാണ്. കാരണം സ്വർഗം നമ്മളെ കുറിച്ച് ആഗ്രഹം അവസാനം വരെ നമ്മൾ ആരായി ജീവിക്കണം?
പ്രിയ മക്കളായി എന്ന് വെച്ചാൽ ഈ കേട്ട ശബ്ദം ഒരിക്കലും മാറിപ്പോകാൻ ഇടയാകരുത്. സ്തോത്രം. ഒരിക്കലും ആരും ഡിസ്പൈസ് ചെയ്യാൻ ഇടയാകരുത്, ആരും തിരിച്ചു പറയാൻ ഇടയാകരുത്. അങ്ങനെ യോഗ്യതയുള്ളൊരു ജീവിതം നയിപ്പാൻ കർത്താവെ ഞങ്ങളെ ഒരുക്കണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? അപ്പൊ ശ്രദ്ധിക്കുക, ഒന്ന്, പരിശുദ്ധാത്മ നിറവ് നമുക്ക് നൽകുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മെ ആത്മീകരായി, ഇറ്റ് മേക്സ് എ സ്പിരിച്വൽ, നമ്മളെ ആത്മീകരായി നിലനിർത്താനാ. രണ്ട്, ഇതൊരു സ്പിരിച്വൽ ലീഡിങ്ങാ കേട്ടോ, ഇതൊരു ദൈവിക നിയോഗമാ. ആ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ അതാ വായിച്ചത്. ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി എന്ന് വെച്ചാൽ ഏത് വഴിയിൽ നടത്തണമെന്ന് ആർക്കറിയാം? അപ്പം ആദ്യ പോയിന്റ് ഈൽഡിങ് ടു ദ വിൽ ഓഫ് ഗോഡ്, അല്ലേ? പൂർണ്ണമായി അങ്ങനെ കൊടുത്താൽ നമ്മുടെ വേ മുഴുവൻ ഡയറക്റ്റ് ചെയ്യുന്ന ആരായിരിക്കും? ഓ സ്തോത്രം, സ്തോത്രം. ആത്മാവ് പിന്നെ ലീഡ് ചെയ്യാൻ തുടങ്ങും, ആത്മാവ് പിന്നെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും, ആത്മാവ് പിന്നെ നടത്താൻ തുടങ്ങും. സ്തോത്രം. പറഞ്ഞ വരുന്നവരോടെ എന്ത് ചെയ്യത്തുള്ളൂ? ആത്മാവ് ചെയ്യത്തുള്ളൂ. സ്തോത്രം. ആത്മാവിന് കോൺഫിഡൻസ് ഉള്ളവരോടെ ആത്മാവ് എന്ത് ചെയ്യത്തുള്ളൂ. അപ്പൊ എന്താ പാസ്റ്റർ എന്നോട് പറയാത്തെ? പറഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ടോ? ആർക്കും ഒരു സന്തോഷം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഉണ്ടോ എന്നെ? എനിക്കറിയാൻ, ജോലിയൊക്കെ കഴിഞ്ഞ് വളരെ ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. എങ്കിലും ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. ഫുള്ളി ഈൽഡ് ചെയ്താൽ ടോട്ടൽ കൺട്രോൾ ആത്മാവ് ഏറ്റെടുക്കും. ടോട്ടൽ കൺട്രോൾ, ആ വാക്ക് ഇന്ന് രാത്രി ഈ സഭയ്ക്ക് ഞാൻ കൈമാറുക. ടോട്ടൽ കൺട്രോൾ, ഭാഗികമായിട്ടുള്ളതല്ല, പാർഷ്യലായിട്ടുള്ളതല്ല, ടോട്ടൽ കൺട്രോൾ ആരേറ്റെടുക്കും? ആ ലീഡിങ് എത്ര വലുതായിരിക്കും. ഹല്ലേലൂയ. ഈ ലീഡിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പിശാചിനെ ജയിക്കാൻ, ഇരുട്ടിന്റെ ശക്തികളെ ജയിക്കാനൊക്കെയുള്ള കൃപ ദൈവം നമുക്ക് എന്ത് ചെയ്യും? അപ്പം ഈ പിശാച് അവനെ പരീക്ഷിച്ചു കൊണ്ട് 40 ദിവസം എന്ത് ചെയ്തു? പരീക്ഷിച്ചു കൊണ്ട്. പക്ഷെ ഈ പരീക്ഷകളെ കർത്താവ് തികച്ചു, ഇല്ലേ? പരീക്ഷകളെ കർത്താവ് ജയിച്ചു. അതാ 14-ാം വാക്യം നമ്മൾ വായിച്ചത്. യേശു ആത്മാവിന്റെ ശക്തിയോടെ ആ വാക്കൊന്ന് വായിച്ച്, വേഴ്സ് 14 ഒന്ന് വായിച്ച്. യേശു ആത്മാവിന്റെ ശക്തിയോടെ. ആ ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം, അതുകൊണ്ടാണ് എനിക്ക് ആ വാക്യം അറിയാമെങ്കിലും നിങ്ങൾക്ക് ആ ക്ലാരിറ്റി മൈൻഡിനകത്ത് വേണം. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ ടെസ്റ്റ് മണി ഹോൾഡ് ചെയ്തു. മരുഭൂമിയിൽ 40 ദിവസം പരീക്ഷിച്ചിട്ട് ആ സാക്ഷ്യം മാറ്റാൻ പറ്റിയില്ല. എന്താ? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ. പ്രിയരെ, ദൈവം തരുന്ന ഒരു ആയുസ്, ദൈവം നമുക്ക് തന്ന ടെസ്റ്റ് മണി നിലനിർത്തി പ്രിയ മക്കളായി ജീവിക്കാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സുണ്ട്? അതിനായി നമ്മെ സമർപ്പിക്കുന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് റിജോയ്സ് സഭയിലുള്ള എല്ലാവരും, യു ഷുഡ് ബിക്കം വെരി ഡിയർ ടു ഗാഡ്. You should stand in the testimony God has given in your life till the end of your life. അതിനായി കർത്താവ് നമ്മെ ഒരുക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വരും ദിവസങ്ങളിൽ അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കാം. God bless you all. Amen.